ഹലോ വെൽക്കം ടു റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് മാംഗോ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ്. ഇനി ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാംഗോ പീസസ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റി വയ്ക്കുന്ന വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ടോപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഏത് ബൗളിലാണോ ആ ബൗളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റാം. വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാംഗോ പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് സ്ലൈസ് ഞാനിവിടെ അരിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡ് 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓരോ ബ്രെഡ് പീസും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാംഗോൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, ഇതിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ട്രേയിലേക്ക് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ബ്രെഡ് നല്ലപോലെ സോക്കാവണം. ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടി മാംഗോ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാംഗോ പൾപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിന് മുകളിലായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ക്രൂവറോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷിംഗ് ഒക്കെ ചെയ്തെടുക്കാം. ഇനി സൈഡിലായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ കൂടി ഇട്ടിട്ട് ഗാർണിഷിംഗ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റി ആയൊരു ഡെസേർട്ടാണ്. മാംഗോ സീസൺ ടൈമിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചെയ്യും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണ്. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ മാംഗോ വെച്ചിട്ടുള്ള ഒരുപാട് നല്ല ഡെസേർട്ട് റെസിപ്പി ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിനടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.